തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രതിസന്ധി. ശസ്ത്രക്രിയകൾ ചെയ്യാൻ ഉപകരണങ്ങളില്ല. കുറിപ്പുമായി യൂറോളജി വിഭാഗം വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ്. ലജ്ജയും നിരാശയുമുണ്ടെന്ന് ഡോക്ടർ ഹാരിസ് പറഞ്ഞു. ഉപകരണങ്ങൾക്കായി കയറിയിറങ്ങി ചെരുപ്പ് തേഞ്ഞെന്നാണ് ഫേസ്ബുക്കിൽ കുറിച്ചത്. ജോലി രാജിവെച്ച് പോകാനാണ് തോന്നുന്നതെന്നും കുറിപ്പിൽ പറയുന്നു. സ്വാന്തന സാജു നമുക്കൊപ്പം ചേരുകയാണ്. സ്വാന്തന സാജു, ശസ്ത്രക്രിയ ചെയ്യാൻ ഉപകരണങ്ങളില്ല എന്ന് യൂറോളജി വിഭാഗം വകുപ്പ് മേധാവിയാണ് തുറന്നെഴുതുന്നത്. എന്തുകൊണ്ട് ഈ ഉപകരണങ്ങൾ എത്തുന്നില്ല? എന്താണ്, എവിടെയാണ് അനാസ്ഥ? സുജ, ശ്രീചിത്ര ഹോസ്പിറ്റലിന് പിന്നാലെ തന്നെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കുറിപ്പാണ് യൂറോളജി വിഭാഗം വകുപ്പ് മേധാവിയായ ഡോക്ടർ ഹാരിസ് ഇന്നലെ പുറത്തുവിട്ടിരിക്കുന്നത്. ഇവിടെ ഉപകരണങ്ങൾ വാങ്ങാൻ പണമില്ലാത്തത് കൊണ്ട് തന്നെ പല ശസ്ത്രക്രിയകളും മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹത്തിന്റെ കുറിപ്പിൽ പറയുന്നത്. അത് മാത്രവുമല്ല, വളരെ ലജ്ജയിലും നിരാശയിലും കൂടെയുള്ള ഒരവസ്ഥയിലൂടെയാണ് താൻ കടന്നു പോകുന്നത്. തനിക്ക് ഉപകരണങ്ങൾ വാങ്ങാനുള്ള പവർ ഇല്ല. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരോടും രാഷ്ട്രീയക്കാരോടും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പലതവണ ചർച്ച ചെയ്തു. പലതവണ ഈ പ്രശ്നം അവരെ ചൂണ്ടിക്കാണിച്ചു. പക്ഷേ എന്നിട്ട് പോലും ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പല ശസ്ത്രക്രിയകളും മുടങ്ങിയത് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇന്നലെ ഒരു അദ്ദേഹത്തിന്റെ മകന്റെ പ്രായമുള്ള ഒരു വിദ്യാർത്ഥിയുടെ ശസ്ത്രക്രിയ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ വിദ്യാർത്ഥിയോടെ ശസ്ത്രക്രിയ മാറ്റിവെച്ചു എന്ന് പറയുമ്പോൾ തനിക്ക് വലിയ രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു. ഡോക്ടർമാർ ഏത് തരത്തിലും ഈ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന ആളുകളെ ചികിത്സിക്കാൻ തയ്യാറാണ്. എത്ര മണിക്കൂർ വേണമെങ്കിലും അവർക്കൊപ്പം നിൽക്കാനും തയ്യാറാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും ഈ ഉദ്യോഗസ്ഥർ അനങ്ങാപ്പാറ പോലെ ഇരിക്കുന്നു. ബ്യൂറോക്രസി ഒരു മതിലായി തന്റെ മുന്നിൽ നിൽക്കുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഈ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത്. ഈ പ്രതിസന്ധി പരിഹരിക്കാനായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.